ഹായ് ഫ്രണ്ട്സ്, സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബനാന ബൺ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചായക്കടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിങ്ങനെ പൊങ്ങി വരുന്ന നല്ലൊരു ബൺ റെസിപ്പിയാണ്. ഇത് പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റോബസ്റ്റാ പഴമാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു റോബസ്റ്റാ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത റോബസ്റ്റാ പഴം എടുത്ത് ഞാനിതാ തൊലി കളഞ്ഞ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പോക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കണേ. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാ പഞ്ചസാരല്ലേ, വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നിങ്ങൾക്ക് ഏലക്കായിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല, ഏലക്കായി ഒഴിവാക്കിയിട്ട് വെറും ജീരകം മാത്രം കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ആ പഞ്ചസാരയോട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ട തൈരാണ്, 2.5 ടേബിൾ സ്പൂൺ കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സാക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ പരുവത്തിലൊരു പൂരിയുടെ മാവൊക്കെ അല്ലേ, അതേ രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തത്, 1/2 ടീസ്പൂൺ. അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഒന്ന് ഫോക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടി മൈദയുടെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര ഇട്ടതെന്ന്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പശു നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1.5 ടീസ്പൂൺ മതി പശു നെയ്യ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒന്ന് പോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി മൈദപ്പൊടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു കപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദയോട് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണിത് കുഴച്ച് നല്ല നമ്മൾ ആ പൂരിയുടെ പാകത്തിലേക്ക് ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുഴച്ച് നന്നായിട്ട് കൈകൊണ്ട് എനിക്ക് കുഴക്കട്ടോ. കൈകൊണ്ട് കുഴച്ചാലേ ഇത് നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു ബന്നിൻ്റെ ഒരു മധുരമാണ് 2 ടേബിൾ സ്പൂൺ ഉണ്ടാകുക. ഒരു അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ, അധികം മധുരം ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നു. അതിന് ശേഷം അതാക്കുന്നത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളൊരു കൈ ഒട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണുള്ളത്. അപ്പോൾ നമ്മളിത് കുഴച്ച് നമ്മൾ പരത്തിയെടുക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ഒരു മൈദ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്നുകൂടി കുഴച്ചിട്ട് ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കുക വേണ്ടത്, എണ്ണയിൽ പൊരിച്ചെടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് ഉരുളയാക്കി വെക്കുകയാണ്. ഒരു 6-8 ഉരുളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 8 പിന്നെ ബണ്ണിനുണ്ടായിരുന്നു, ബനാന ബണ്ണിനുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഞാനിതങ്ങനെ കുഴച്ച് കയ്യിൽ വെച്ചതാ ഉരുട്ടിയതാ ഒന്നിതാക്കുന്ന എടുത്ത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ളതാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമ്മൾ പരത്തുന്നത് കുറച്ച് കട്ടിയിലായിരിക്കണം. എന്നിട്ടിത് എണ്ണയിൽ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക വേണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്ടി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്, ബനാന ബണ്ണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയിൽ പൂരിയൊക്കെ പൊരിക്കുന്ന മാതിരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. ഇത് നല്ല ബണ്ണ് പോലെ പൊങ്ങി വരും. അതുകൊണ്ടാണ് ബനാന ബണ്ണ് പറയുന്നത്. ആ പൊങ്ങി വന്നിട്ട് ഉള്ളൊക്കെ നമ്മൾ ആ ബണ്ണിൻ്റെ ഒരു രീതിയിൽ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ ആ ബനാനൻ്റെ ഫ്ലേവറും. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒന്നും ഇടാതെ ആ ബേക്കിംഗ് സോഡയും പിന്നെ ആ തൈര് കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അങ്ങനെയാണത് ബണ്ണ് പോലായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കണ്ടോ, ബണ്ണ് പോലല്ലേ. അപ്പോൾ എനിക്കൊരു 8 എണ്ണം പോലാണ് ആ മാവെന്ന് കിട്ടിയത്. ഇനി ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. മുറിച്ച് കാണിക്കുമ്പോൾ ഉള്ളിൽ ആ ബണ്ണ് പോലെ ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടെ കഴിക്കുകയാണ് നല്ല രസം ഉണ്ടാകുക. അപ്പോൾ ചൂട് ചാടൽ കൂടെ ഇത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരു
പഴം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. മൈസൂർ പഴം ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, ആ പഴം എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ റോബസ്റ്റ വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് വീഡിയോസ് ഒന്ന് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ച് കമൻസൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ. എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകളൊക്കെ ഒന്ന് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെക്കുക കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ബായ്.